ഡോക്ടർ സരിൻ, ഒടുവിൽ പോപ്പിന് ദൈവത്തെ കാണാൻ അവസരം കിട്ടിയെന്ന കുറിപ്പിലൂടെ കേരളത്തിലെ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ അർത്ഥം വെക്കുന്നത്? നിങ്ങൾ ആരെ ലാക്കാക്കിയാണ് ഈ അസ്ത്രം തൊടുത്തു വിട്ടത്? ഒരു വെടിക്ക് രണ്ട് പക്ഷി, അതാണോ കോൺഗ്രസിൻ്റെ ലക്ഷ്യം? അനിൽ, എല്ലാവർക്കും നമസ്കാരം. ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ജനം ടി വിയിൽ ഒരു ഡിബേറ്റിന് വരാൻ കിട്ടിയ അവസരത്തിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഞാൻ ജനം ടി വിയിൽ ഈ ഡിബേറ്റിന്റെ വിഷയം വെച്ചപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണയ്ക്ക് എന്തെങ്കിലും ഇടയുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്നെ കൊണ്ടാവുന്ന വിധം കോൺഗ്രസ് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി, ഇന്നിപ്പോൾ ചർച്ചയ്ക്കെടുത്ത വിഷയവുമായി ബന്ധപ്പെടുത്തി എന്താണ് നിലപാടെടുത്തത് എന്ന് പറയാനും ക്രിയേറ്റീവായിട്ടുള്ളൊരു ചർച്ചയ്ക്കുമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനം ടി വിയുടെ പ്രേക്ഷകർ ഈ ചർച്ച കാണുമ്പോൾ എന്താണ് കോൺഗ്രസ് ചെയ്തത് എന്നൊന്ന് ആദ്യം വിലയിരുത്തുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചതും ഇനി മറ്റുള്ളവരും അതുപോലെ തന്നെ അനിലും എല്ലാം ചർച്ചയ്ക്കെടുക്കുന്നതുമായ വിഷയങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അഭിപ്രായം രൂപീകരിക്കാൻ ശ്രമിക്കും എന്ന് പ്രത്യാശിക്കുകയാണ്. G7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 7 എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ പഠിച്ച എന്താ പറയുക, ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയതന്ത്ര കാര്യപരിപാടികളും വെച്ച് നോക്കുമ്പോൾ ഈ G7-ൽ 7 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടിരിക്കുന്നത്. ഈ G7-ൽ 7 രാജ്യങ്ങൾ അംഗങ്ങളായിരിക്കുന്നത് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ 2 ചേരികളിലായി നിന്ന് മത്സരിച്ച യുദ്ധം ചെയ്ത 3 രാജ്യങ്ങൾ, അതായത് ഇറ്റലിയും ജപ്പാനും അതുപോലെ തന്നെ ജർമ്മനിയും ഒരു വശത്തും, അതുപോലെ UK, USA, അതുപോലെ ജർമ്മനി, ഫ്രാൻസ് മറൊരു വശത്തും ഉള്ള ഒരു സംഘടനയാണ് G7 ഗ്രൂപ്പ് ഓഫ് 7 എന്ന് പറയുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. കാനഡയും കൂടി അതിലേക്ക് വരുന്നതോടുകൂടി 7 രാജ്യങ്ങളുടേതായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസിന്റെ ഉച്ചകോടി നടക്കുന്നതിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നരേന്ദ്രമോദി അതിന്റെ ബൈലാറ്ററൽ ഡിസ്കഷൻസ് നടക്കുന്ന വേദിയിലേക്ക് ലോകരാഷ്ട്രങ്ങളിലെ G20-ൽ നിന്നുള്ള മറ്റ് 13 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും, ഇത് നടക്കുന്നത് ഇറ്റലിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വത്തിക്കാനിൽ നിന്ന് പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പോപ്പും ഒക്കെ പങ്കെടുക്കുന്ന ഒരു മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിട്ടുള്ള നടക്കുന്ന ഒരു വേദി കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം G7 ലോകരാജ്യങ്ങളുടെ ചർച്ചയ്ക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ട് പോകുമ്പോൾ അദ്ദേഹം G7-ൽ ഒരു അംഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആവർത്തിച്ച് ട്വിറ്ററിൽ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ സ്പഷ്ടമായി പറയാമായിരുന്നു G7 എന്ന് പറയുന്ന ചർച്ച നടക്കുന്നതിന്റെ ഭാഗമായി ക്ഷണിക്കപ്പെട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന പല ചർച്ചകളും അതിന്റെ സൈഡ് ലൈൻസിൽ നടക്കാൻ എല്ലാ തവണയും ഓരോ 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ അങ്ങനെ ചർച്ചകൾ നടക്കാറുമുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ വിസിറ്റ് കൂടിയാണ്. അദ്ദേഹം അവിടെയും പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ഈ ഇന്ത്യയുടെ സ്റ്റേച്ചർ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ പോലെ അദ്ദേഹം നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടിയ ഒരു അവസരം, നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ പങ്കെടുക്കുമ്പോൾ പരിപാടിയിൽ ഏറ്റവും നടുവിൽ നിൽക്കാൻ കിട്ടുന്ന അവസരത്തെ കാണുന്നത് പോലെ ആ ഫോട്ടോയുടെ ഏറ്റവും ഒത്ത നടുവിൽ അദ്ദേഹത്തിന് നിൽക്കാനുള്ള അവസരം കിട്ടിയതിനെ പോലും സോഷ്യൽ മീഡിയയിൽ PR വർക്കിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് പറയാൻ ശ്രമിച്ചത്, നേരത്തെ BJPയുടെ പ്രിയപ്പെട്ട വക്താവ് അത് സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചർച്ചയിൽ ജോയിൻ ചെയ്യാൻ ഒരു ലേശം വൈകിയിരുന്നു. നമ്മൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ബയോളജിക്കൽ അല്ല എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ദൈവം ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ ജനങ്ങളെ സഹായിക്കുന്നതിനും സേവിക്കുന്നതിനും വേണ്ടി അയച്ചതാണ് എന്നും എൻ്റെ ജന്മം ബയോളജിക്കൽ അല്ല എന്നും എൻ്റെ അമ്മയുടെ മരണശേഷമാണ് അതെനിക്ക് കൂടുതൽ വെളിപ്പെട്ടത് എന്നും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ദൈവപുത്രനായി ഇന്ത്യയിലേക്ക് അവതരിച്ച് അഡാനിക്കും അംബാനിക്കും വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം അദ്ദേഹത്തെ ഇങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നത് എന്ന് നിരന്തരം നമ്മൾ ഇലക്ഷന് മുന്നേയും ചോദിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ സരിൻ, ഒറ്റ കാര്യം ഞാനൊന്ന് ഇടപെടുകയാണ്. മോദി എപ്പോഴാണ് അദ്ദേഹം ദൈവമാണ് എന്ന് പറഞ്ഞത്? എപ്പോഴാണ്, എവിടെയാണ് പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പരമാത്മാനെ കുച്ച് പർപ്പസ് കെ ലിയേ മുझे भेजा है. അതിൻ്റെ അർത്ഥം ദൈവം എന്തോ ഒരു നിയോഗത്തിനാണ് എന്നെ അയച്ചത്, അല്ലേ? ഞാൻ ദൈവമാണ് എന്ന് മോദി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? സരിന് വേണമെങ്കിൽ എന്നെ തിരുത്താം. അതെ, മോദി അല്ല അനിൽ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. മോഡി സ്വയം പറഞ്ഞിട്ടില്ല ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് എന്നുള്ളത് അനിലിന്റെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടിയും തരുന്നു. പക്ഷെ അദ്ദേഹം
ദൈവതുല്യനാണ് എന്നും ദൈവം തന്നെയാണ് എന്നും JP നഡ്ഡയും BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. ഇനി അതെവിടെയാ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ വേദിയും പ്രസംഗവും ഒക്കെ പറഞ്ഞു തരാം, എല്ലാം പറഞ്ഞു തരാം. മറ്റ് പല BJPയുടെ ദേശീയ നേതാക്കളും മോഡി ദൈവമാണ് എന്നും ആ ദൈവത്തോടൊപ്പം നിൽക്കുന്നതാണ് വിശ്വഗുരു എന്നുള്ളതൊക്കെ മാറ്റിയിരുന്നു. വളരെ സൗകര്യപൂർവ്വം ഇലക്ഷൻ നടക്കുന്ന സമയത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അനിൽ. പക്ഷേ വിശ്വഗുരു എന്നുള്ളത് ഇലക്ഷന് മുന്നേ എങ്ങനെയൊക്കെ ആക്കി മാറ്റണം എന്നുള്ളത് പോലും BJPയുടെ നറേറ്റീവിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എല്ലാ BJP നേതാക്കളും ദൈവത്തെ പോലെ തന്നെ മോഡിയെ കാണണമെന്നും ദൈവമാണ് മോഡി എന്നും പറയുന്ന എത്രയോ പ്രസംഗങ്ങൾ ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ അനിലിന്റെ ഫോണിലേക്ക് അയച്ചു തരാം. മോഡി ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്ക് അനിൽ പറഞ്ഞത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അത് ഞാനും അത് തന്നെ അംഗീകരിക്കുന്നു. പരമാത്മാവാണ് എന്നെ അയച്ചിരിക്കുന്നത്. ദൈവം അയക്കുന്ന ദൈവപുത്രൻ എന്നുള്ളതിനും അപ്പുറം മറ്റെന്തൊരർത്ഥമാണ്? അല്ലെങ്കിൽ അവതാര പുരുഷന്മാർ എന്നുള്ള രീതിയിൽ ദൈവം ഭൂമിയിൽ ഡോക്ടർ സരീൻ, മോദി എവിടെയെങ്കിലും നേതാക്കന്മാരോട് പറഞ്ഞോ, നിങ്ങൾ ഈ വേദികളിലൊക്കെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ എന്നെ ദൈവം എന്ന് വിശേഷിപ്പിക്കണമെന്ന് ഏതെങ്കിലും നേതാവിനോട് മോദി ആജ്ഞാപിച്ചോ, നിർദ്ദേശിച്ചോ? ഞാൻ അത് അങ്ങനെ എൻ്റെ വാക്കുകളിലും ഞാൻ അനിലിനോടും തർക്കിക്കാൻ വന്നില്ലല്ലോ അനിൽ. ഞാൻ അങ്ങനെ തർക്കിച്ചിട്ടുമില്ല. എല്ലാ ദേശീയ നേതാക്കളും ആവർത്തിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ മോഡി ദൈവമാണ് എന്നും ആ ദൈവത്തിനോടൊപ്പം നിൽക്കേണ്ടുന്ന ഇലക്ഷനാണ് എന്നും ആവർത്തിച്ച് പറഞ്ഞതിന്റെ വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. JP നഡ്ഡ അടക്കം മോഡി അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്റർവ്യൂവിൽ ദൈവം എന്നെ അവതാര പുരുഷനായിട്ട് അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് ദൈവത്തോളം തന്നെ ദൈവമായി തന്നെ കാണേണ്ടുന്ന ഒരാളാണ് എന്ന് പരുത്തി തീർക്കാൻ ശ്രമിച്ചതിനെ വളരെ വളരെ നിഷ്കളങ്കമായി നമ്മൾ ട്രോളി എന്നുള്ളത് സത്യമാണ്. അത് ട്രോള് തന്നെയാണ്. മോഡി എന്ന് പറയുന്ന ബയോളജിക്കൽ അല്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ള ട്രോള് തന്നെയായിരുന്നു അത്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു. അതോടൊപ്പം അതിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മതവിശ്വാസികളും നമ്മുടെ ലോകത്തെ ജനത മുഴുവനും തന്നെ ആരാധനയായി കാണുന്ന പോപ്പ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ വന്ധ്യവയോധികനായ ആ പോപ്പിന്റെ ആ സാമീപ്യത്തിൽ അങ്ങനെ പറയുമ്പോൾ, പോപ്പ് ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോൾ അതിനെ വളച്ചൊടിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള BJPയുടെ, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അത് തുടങ്ങി വെച്ചത്, അമിത് മാളവ്യ. നിങ്ങളുടെ ദേശീയ തലത്തിൽ അതിന്റെ IT സെല്ല് കൈകാര്യം ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം അതിനെ ഏറ്റുപിടിക്കുന്നു. ജോർജ് കുര്യൻ ഏറ്റുപിടിക്കുന്നു. അനിൽ ആന്റണി ഏറ്റുപിടിക്കുന്നു. സകലരും ഏറ്റുപിടിക്കുന്നത് കോൺഗ്രസ് പറഞ്ഞത് കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വക്രീകരിച്ച് ചിത്രീകരിച്ച് കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികൾക്കിടയിൽ ഒരു ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത അത് ഉണ്ടായി എന്നുള്ളതിന്റെ തിരിച്ചറിവിൽ തന്നെയാണ് വളരെ കൃത്യമായി അതിൽ 4-5 പാരാഗ്രാഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നും എന്തുകൊണ്ട് ഇത് പിൻവലിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വളരെ മാന്യതയോടുകൂടി തന്നെ കോൺഗ്രസ് ഇതിൽ. അല്ല ഡോക്ടർ സരീൻ, താങ്കൾ പറയുന്നു വളരെ സതുദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് പറയുന്നു. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നു BJPയുടെ നേതാക്കന്മാർ. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റിൽ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾക്ക് സതുദ്ദേശമാണെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റിൽ ഉറച്ചു നിൽക്കണ്ടേ? നിങ്ങൾ എന്തിനാ അത് പിൻവലിച്ചത്? അനിൽ എന്നെ വാചകമടിച്ച് തോൽപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആവാം. ഞാൻ എൻ്റെതായിട്ടുള്ള എല്ലാ കൃത്യമായ വസ്തുതകളും അനിലിന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മോഡിയെ ട്രോളിയതിൽ, അദ്ദേഹത്തെ ദൈവം എന്ന് വിളിച്ച് ട്രോളിയതിൽ ലവലേശം നമുക്ക് ഇപ്പോഴും ഒരു തരത്തിലും നമുക്കതിൽ ഒരു തെറ്റ് പറ്റി എന്നുള്ള തോന്നലില്ല. കാരണം സ്വയം ദൈവപുത്രനാണ് എന്നും അവതാര പുരുഷനാണ് എന്നും അവകാശപ്പെടുകയും ഞാൻ ബയോളജിക്കൽ അല്ല, എൻ്റെ അമ്മയല്ല എന്നെ ജനിപ്പിച്ചത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പച്ചയ്ക്ക് ടെലിവിഷൻ ചാനലുകളുടെ മുന്നിൽ പറയുകയും തൻ്റെ ദേശീയ നേതാക്കളെ കൊണ്ട് BJPയുടെ അധ്യക്ഷനെ കൊണ്ട് തന്നെ ദൈവം എന്ന് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇത്തരത്തിലൊരു വേദിയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് G7ന്റെ നടത്തിപ്പുകാരൻ എന്നുള്ള തോന്നലിലേക്ക് അദ്ദേഹത്തിന്റെ PR വർക്കുകൾ എക്സിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നടക്കുമ്പോൾ ജനത്തിന്റെ മുന്നിലേക്ക് അത് എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്നതിന്റെ നിരുപദ്രവകരമായ ഒരു ട്രോൾ തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചത്. ആ ട്രോളിൽ പക്ഷേ ദുഷ്ടലാക്കുകൾ കണ്ടുകൊണ്ട് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധം ഈ കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികളെയും ലോകത്തെ ക്രൈസ്തവ മതവിശ്വാസികളെ തന്നെയും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ചേർത്ത് അതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഉത്തരവാദിത്ത ബോധത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുക എന്ന് തന്നെയാണ്. ആ തെറ്റിദ്ധാരണ ഒരിക്കലും പോപ്പിനെ മോശമായി ചിത്രീകരിക്കാനോ
പോപ്പിന്റെ ദൈവ വിളികളെ പറ്റി ഉള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടം കൊടുക്കാനോ ഒരു സാധ്യത പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. അപ്പോഴും ഞാൻ അനിലിന്റെ ചോദ്യത്തിന് വ്യക്തത വരുത്തിക്കൊണ്ട് പറയുന്നു, മോഡിയെ അങ്ങനെ ട്രോളുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശം തന്നെയായിരുന്നു. അതിൽ ലെവലേശവും നമുക്ക് തെറ്റ് തോന്നുന്നില്ല. അതിനുള്ള വസ്തുതകളും ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ളതിനും കാര്യകാരണ സഹിതം ഞാൻ പറയാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാനുള്ളത്.